എല്ലാവർക്കും ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നെക്സ്റ്റ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്ക് റിവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസെറ്റ്സ് ഓഫ് സബ്സിഡിയറി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആ ടോപ്പിക്ക് നമുക്ക് എന്താണെന്ന് നോക്കാം. ഫിക്സഡ് അസെറ്റ്സ് ഓഫ് സബ്സിഡിയറി കമ്പനി മേ ബി റീവാല്യൂഡ് അറ്റ് ദ ടൈം ഓഫ് അക്വിസിഷൻ ബൈ ദ പാരൻറ്റ് കമ്പനി. ചില സമയങ്ങളിൽ പാരൻറ്റ് കമ്പനി സബ്സിഡിയറി കമ്പനീനെ അക്വയർ ചെയ്യുന്ന സമയത്ത് സബ്സിഡിയറി കമ്പനിയുടെ കയ്യിലുള്ള ഫിക്സഡ് അസെറ്റ് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും റീവാല്യൂ ചെയ്യും. വൈൽ കാൽക്കുലേറ്റിംഗ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്, the share of the non-controlling shareholders in the increase in the value of fixed assets should be included in the non-controlling interest. അപ്പോൾ നമ്മൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ റീവാലുവേഷൻ ചെയ്യുക, അതായത് ഫിക്സഡ് അസറ്റിനെ റീവാല്യൂ ചെയ്യുമ്പോൾ ആ അസറ്റിന് എന്തെങ്കിലും വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ, ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്താലും, ഇപ്പോൾ ഇൻക്രീസിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തണം? നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിൽ ഉൾപ്പെടുത്തണം. ദിസ് മീൻസ് ദാറ്റ് the non-controlling shareholders are entitled to their share in the increase in the value of fixed asset on revaluation. അതായത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നോൺ കൺട്രോളിംഗ് ഷെയർ ഹോൾഡേഴ്സ്, നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനിൽ എന്തും ഉൾപ്പെടുന്നുണ്ട്? ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന ആ ചേഞ്ച്. അതായത് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് പ്രോഫിറ്റ് എന്നാണ് അർത്ഥം, അല്ലേ? പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ആണ്. അതായത് റീവാല്യൂ ചെയ്തപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ അത് കമ്പനിക്ക് ഫേവറാണ്, കാരണം വെച്ചാൽ അത് പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ 70% ആണ് കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി 30% നമ്മൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിൽ ഈ ഫിക്സഡ് അസറ്റ് ഉണ്ടായി ചേഞ്ച്. ഇപ്പോൾ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ ചേഞ്ച് വന്നെങ്കിൽ ഒരു 50,000 ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു ഫർണിച്ചർ ഒരു 2 lakh ആയിരുന്നു. ഇപ്പോൾ നമ്മൾ അക്വിസിഷൻ ടൈമിൽ 2 lakhൻ്റെ ഫർണിച്ചർ ഇപ്പോൾ 2,50,000 ആയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 50,000 അല്ലേ ഇവിടെ കൂടിയേക്കണേ? ആ 50,000 ഇൻറ്റു നമ്മുടെ 70% ആണ് അക്വയർ ചെയ്തിട്ടുള്ള കമ്പനിയുടെ, ബാക്കി 30%. അപ്പോൾ 50,000 ഇൻറ്റു 30%, അത് നമ്മൾ എന്തിൽ കൺസിഡർ ചെയ്യണം? നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിൽ വർക്കൗട്ട് ചെയ്യണം. സാധാരണ നമ്മൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അക്വയർ ചെയ്ത പോർഷൻ അല്ലാതെ റിമൈനിങ് പോർഷനാണ് നമ്മൾ എടുക്കുക, അല്ലേ? അപ്പോൾ ഇവിടെ റിട്ടേൺ ഏണിങ്സിനെ നമ്മൾ എടുക്കാറുണ്ട്, ഷെയർ ക്യാപിറ്റലിന് എടുക്കാറുണ്ട്. പക്ഷേ ഇനി നമ്മൾ എന്തുകൂടി എടുക്കണം? റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂയിലുണ്ടായ ചേഞ്ച്. അതായത് ഫിക്സഡ് അസറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻക്രീസ് ചെയ്ത ആ ചേഞ്ചുള്ള ആ വാല്യൂ വെച്ചിട്ട് നമ്മൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിൽ നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്യണം. എനി ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്, അത് നമ്മൾ ലോസ് ഓൺ റീവാലുവേഷൻ എന്നാണ് പറയുക. അപ്പോൾ ഫിക്സഡ് അസറ്റ് എപ്പോഴും കൂടുക എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ എന്താകാം? ഡിക്രീസും ആവാം. ആ ഡിക്രീസ് ഉള്ള വാല്യൂവിനെ പറയുന്ന പേരാണ് ലോസ് ഓൺ റീവാലുവേഷൻ. ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് അലോങ് വിത്ത് ദർ ഷെയർ ഇൻ ദ ലോസ് ഓർ എക്സ്പെൻസ് നോട്ട് റിട്ടേൺ ഓഫ്. ഇത് നമ്മൾ നേരെ തിരിച്ച് ചെയ്യണം. നമ്മൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിൽ അസറ്റിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ആഡാണ് ചെയ്യുക. ഇവിടെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഡിഡക്റ്റ് ചെയ്യണം. അതായത് അസറ്റിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ അത് ലോസാണ്, ലോസ് ഓൺ റീവാലുവേഷൻ ആണ്. അപ്പോൾ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ ലെസ് ചെയ്യണം. ഈ സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഗുഡ് വിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ. ഗുഡ് വിൽ ഡിക്രീസ് ആൻഡ് ഫിക്സഡ് അസറ്റ് വിൽ ഇൻക്രീസ് ആസ് എ റിസൾട്ട് ഓഫ് റീവാലുവേഷൻ പ്രോഫിറ്റ്. അപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഗുഡ് വിൽ എന്താവുമെന്ന് പറയുന്നത്? ഗുഡ് വിൽ ഡിക്രീസ് ആവും, നേരെ ഓപ്പോസിറ്റ് ആവും. അതായത് റീവാലുവേഷൻ പ്രോഫിറ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗുഡ് വിൽ അവിടെ കുറയാനായിട്ട് കാരണമാകും. മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഗുഡ് വിൽ കുറയാന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമാകുന്നത് എന്താണ്? ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് കൂടുക എന്നാണ് അർത്ഥം. കാരണം ഗുഡ് വിൽ കുറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് വരെയല്ലേ ചെയ്യണം. അപ്പോൾ അത് ഇൻക്രീസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവും. എക്സാമ്പിൾ 11 ആണ്. ദ ബാലൻസ് ഷീറ്റ് ഓഫ് പി ലിമിറ്റഡ് ആൻഡ് ഇറ്റ്സ് സബ്സിഡിയറി എസ് ലിമിറ്റഡ് ആസ് ഓൺ 31st March 2020 ആർ ആസ് ഫോളോസ്. അതിൽ നമുക്ക് പി ലിമിറ്റഡിൻ്റെയും എസ് ലിമിറ്റഡിൻ്റെയും ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പി ലിമിറ്റഡിൻ്റെ 8 lakh ആണ്, എസ് ലിമിറ്റഡ് 3,60,000. റീറ്റെയിൻ ഏണിങ്സ് പി ലിമിറ്റഡ് 1,25,000, എസ് ലിമിറ്റഡ് 40,000. കറണ്ട് ലൈബിലിറ്റീസ് ഉണ്ട് 75,000ഉം 80,000ഉം. ടോട്ടൽ 10 lakhും 4,80,000 ആണ്. നെക്സ്റ്റ് സെക്ഷൻ അസെറ്റ്സ് ആണ്. അസെറ്റ്സിൽ നോൺ കറണ്ട് അസെറ്റ് ഉണ്ട്. നോൺ കറണ്ട് അസെറ്റ് എന്ന് നമുക്കറിയാം കറണ്ട് അസെറ്റ് അല്ലാത്തത്, അല്ലേ? ദാറ്റ് ഈസ് ഫിക്സഡ് അസെറ്റ് ആണ് അതിൽ വരിക. നോൺ കറണ്ട് അസെറ്റ് 5 lakh ആണ് പിയുടെ, 3 lakh ആണ് എസിൻ്റെ. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് 3,40,000. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എസ് ലിമിറ്റഡ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് പി ലിമിറ്റഡ് പേ ചെയ്തിട്ടുള്ള കൺസിഡറേഷൻ ആണ്
ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3,40,000. നെക്സ്റ്റ് കറണ്ട് അസറ്റ് ഉണ്ട് 1,60,000 1,80,000. ടോട്ടൽ അസറ്റിൻ്റെ ടോട്ടലും 10 lakhs 4,80,000. അടിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പി ലിമിറ്റഡ് ഹോൾഡ്സ് 75% ഷെയർ ഇൻ എസ് ലിമിറ്റഡ്. അതായത് എസ് ലിമിറ്റഡിൻ്റെ 75% ഷെയർ ആണ് പി ലിമിറ്റഡ് അക്വയർ ചെയ്തിട്ടുള്ളത്. ഓൺ 31st March 2020 എസ് ലിമിറ്റഡ് റീവാല്യൂഡ് ഇറ്റ്സ് ഫിക്സഡ് അസറ്റ് അറ്റ് ₹3,60,000. അപ്പോൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക സെൻറ്റൻസ്. എസ് ലിമിറ്റഡ് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ റീവാല്യൂ ചെയ്തപ്പോൾ, അതായത് നമ്മൾ അക്വയർ ചെയ്ത സമയത്ത്, അതായത് 31st March 2020 നമ്മൾ എസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനീനെ പി ലിമിറ്റഡ് അക്വയർ ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫിക്സഡ് അസറ്റ് വീണ്ടും വാല്യൂ ചെയ്തു. അങ്ങനെ ഫിക്സഡ് അസറ്റ് വാല്യൂ ചെയ്തപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ 3,60,000 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് വരിക? ഫിക്സഡ് അസറ്റ് അതിനകത്താണ് വരിക അല്ലേ. അപ്പോൾ നോൺ കറണ്ട് അസറ്റ് എസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ എസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കോളത്തിനകത്ത് ആ ബാലൻസ് ഷീറ്റിൽ നോൺ കറണ്ട് അസറ്റ് 3 lakh ആണ്. അപ്പോൾ അക്വയർ ചെയ്ത സമയത്ത് നമ്മൾ വീണ്ടും വാല്യൂ ചെയ്തപ്പോൾ 3,60,000 എന്നാണ് കാണിച്ചേക്കണേ. ദാറ്റ് മീൻസ് എന്താണ്? ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് അല്ലേ. അതായത് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ ഒരു 60,000 രൂപ 60,000 കൂടി എന്നല്ലേ അർത്ഥം. യെസ്, ഇതെങ്ങനെയാണ് നമുക്ക് കാണിക്കുക? നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്യും. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റും അതുപോലെ ഗുഡ് വില്ലൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക? ഷെയർ ക്യാപിറ്റലിൻ്റെ റിമൈനിങ് പെർസെൻറ്റേജ് അല്ലേ. ഇവിടെ ഷെയർ ക്യാപിറ്റൽ എത്ര എസ് ലിമിറ്റഡിൻ്റെ? 3,60,000 അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എസ് ലിമിറ്റഡിൻ്റെ 3,60,000 ആണ്. അപ്പോൾ 3,60,000 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് വരിക? 75% ആണ് അക്വയർ ചെയ്തിട്ടുള്ളത്. റിമൈനിങ് പെർസെൻറ്റേജ് അല്ലേ വരിക എൻ സി ഐയിൽ. അപ്പോൾ റിമൈനിങ് പെർസെൻറ്റേജ് 25% അല്ലേ. അപ്പോൾ 3,60,000 ഇൻറ്റു 25/100 ചെയ്യുമ്പോൾ നമുക്ക് 90,000 എന്ന് കിട്ടും. നെക്സ്റ്റ് ഇവിടെ റിട്ടേൺ ഏണിങ്സ് ഉണ്ടോ നോക്കി. ഈ ക്വസ്റ്റ്യനിൽ റിട്ടേൺ ഏണിങ്സ് ഉണ്ട്. എത്രയാണ് റിട്ടേൺ ഏണിങ്സ്? 40,000 എസ് ലിമിറ്റഡിൻ്റെ. അപ്പോൾ 40,000 ഇൻറ്റു 25/100 10,000 എന്ന് കിട്ടും. സാധാരണഗതിയിൽ നമ്മൾ ഇത്രേ ചെയ്യാറുള്ളൂ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്യണം. ആ ഇൻക്രീസ് ചെയ്ത വാല്യൂ നമ്മൾ പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ എത്രയാണ് കൂടിയേക്കണം? 3 ലക്ഷമാണ് ബാലൻസ് ഷീറ്റിൽ. അത് നമ്മൾ വീണ്ടും വാല്യൂ ചെയ്തപ്പോൾ 3,60,000 രൂപയായി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എത്രയാണ് ചേഞ്ച്? 60,000 അല്ലേ. ആ 60,000ൻ്റെയും എന്ത് വരും? 25% വരും. അപ്പോൾ നമ്മൾ ഷെയർ ഇൻ ദ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് 60,000 ഇൻറ്റു 25/100 15,000 എന്ന് കിട്ടും. 15,000 എന്ന് കിട്ടും. എല്ലാം കൂടി ടോട്ടൽ ചെയ്യുക. അപ്പോൾ 90,000ഉം 10,000ഉം 15,000ഉം കൂടിയിട്ട് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1,15,000 എന്ന് കിട്ടും. ദാറ്റ് ഈസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫിക്സഡ് അസറ്റിൻ്റെ ചേഞ്ച് നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് ഗുഡ് വിൽ ആണോ ബാർഗെയിൻ പർച്ചേസ് ആണോ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കൺസിഡറേഷൻ പെയ്ഡ് അല്ലേ എഴുതുക. അപ്പോൾ ഇവിടെ കൺസിഡറേഷൻ പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അല്ലേ. പി ലിമിറ്റഡ് എസ് ലിമിറ്റഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് കൺസിഡറേഷൻ. ക്വസ്റ്റ്യനിൽ എത്രയാണ്? അത് 3,40,000 ആണ്. അപ്പോൾ കൺസിഡറേഷൻ പെയ്ഡ് എഴുതുക 3,40,000. ലെസ് ചെയ്യേണ്ടത് എന്താ? ഷെയർ ക്യാപിറ്റൽ എത്ര? ഷെയർ ക്യാപിറ്റൽ എത്ര പെർസെൻറ്റേജ് ആണ് ഷെയർ ക്യാപിറ്റൽ അക്വയർ ചെയ്തത്? ഇവിടെ എല്ലാം അക്വയർ ചെയ്ത പെർസെൻറ്റേജ് എടുക്കണ്ടേ കേട്ടോ. നമ്മളത് മറന്നു പോകരുത്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൽ റിമൈനിങ് പെർസെൻറ്റേജും ഗുഡ് വിൽ ഓർ ബാർഗെയിൻ പർച്ചേസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അക്വയർ ചെയ്ത പെർസെൻറ്റേജ് ആണ് എടുക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ക്യാപിറ്റലിൻ്റെ അക്വയർ ചെയ്ത പെർസെൻറ്റേജ്. അപ്പോൾ 3,60,000 ഇൻറ്റു 75% 2,70,000 എന്ന് കിട്ടും. നെക്സ്റ്റ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഏണിങ്സിൻ്റെ 75%. അതാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലേ. കാരണം അക്വയർ ചെയ്തത് വരെയുള്ള അക്വയർ ചെയ്ത ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റിനെയാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുക. ദാറ്റ് ഈസ് റിട്ടേൺ ഏണിങ്സ് ആണ്. ഇവിടെ 40,000 ആണ്. അപ്പോൾ 40,000 ഇൻറ്റും 75/100 30,000 എന്ന് കിട്ടും. നെക്സ്റ്റ് ഫിക്സഡ് അസറ്റ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടേ, ഞാൻ പറഞ്ഞു ഗുഡ് വില്ല് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കൂടുകയാണെങ്കിൽ അത് നമ്മൾ ഡിക്രീസ് ചെയ്യണം അല്ലേ. ദാറ്റ് മീൻസ് ഗുഡ് വില്ല് ഡിക്രീസ് ചെയ്യാന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ ലെസ് അല്ലേ ചെയ്യുക സാധാരണ. ഇതൊക്കെ നമ്മൾ ലെസ്സാണ് ചെയ്യുക. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സെൻറ്റൻസ് അവർ പറഞ്ഞത്. ഇവിടെ ഫിക്സഡ് അസറ്റിൻ്റെ ചേഞ്ച് എത്ര? 60,000 അല്ലേ. അപ്പോൾ 60,000 ഇൻറ്റു 75/100 45,000 എന്ന് കിട്ടും. അപ്പോൾ ഇത് മൂന്ന് നമ്മൾ മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ 2,70,000 മൈനസ് ചെയ്യണം, 30,000 മൈനസ് ചെയ്യണം, 45,000 മൈനസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ വരുന്ന 3,45,000 ആണ്. അപ്പോൾ കൺസിഡറേഷൻ 3,40,000 അല്ലേ. അപ്പോൾ 3,40,000 നിന്നും 3,45,000 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഫിഗറാണ് വരിക. അങ്ങനെ നെഗറ്റീവ് ഫിഗർ വരികയാണെങ്കിൽ നമ്മളതിന് ഗുഡ് വിൽ എന്നല്ലല്ലോ പറയാം. പിന്നെ എന്തെന്ന് പറയാം? ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് എന്നാണ് പറയുക. അപ്പോൾ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് ആണ്. ഗുഡ് വിൽ ആണെങ്കിൽ നമ്മൾ അസറ്റ് സൈഡിലാണ് കാണിക്കാറ് അല്ലേ. നമ്മൾ ഗുഡ് വിൽ ആണെങ്കിൽ നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ കാണിക്കുക? അസറ്റിലാണ് നമ്മൾ കാണിക്കുക.
പക്ഷേ ഇവിടെ വന്നിട്ടുള്ളത് എന്താണ്? അപ്പോൾ ഗുഡ് വിൽ വരുമ്പോൾ നമുക്കറിയാം അസെറ്റ്സിൽ നമ്മൾ ടാൻജിബിൾ അസെറ്റിൻ്റെ താഴെയായിട്ട് നമ്മൾ കാണിക്കും അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് വന്നേക്കുന്നത് ബാർഗെയിൻ അല്ലേ, ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസാണ്. ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് വരികയാണെങ്കിൽ നമ്മളത് കാണിക്കേണ്ടത് ലൈബിലിറ്റി ആയിട്ടാണ്. കാരണം അത് നെഗറ്റീവ് ഫിഗറാണ് അല്ലേ, നമ്മൾ ലൈബിലിറ്റി ആയിട്ട് കാണിക്കണം. റിട്ടേൺ ഏണിങ്സിൻ്റെ താഴെയായിട്ട് കാണിച്ചാൽ മതി. നോൺ കറണ്ട് ലൈബിലിറ്റീസ് എഴുതുന്നതിൻ്റെ മുകളിലായിട്ട് ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് കാണിക്കാം. നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? ഷെയർ ക്യാപിറ്റൽ പി ലിമിറ്റഡിൻ്റെ 8 lakh ആണ്. റീറ്റെയിൻ ഏണിങ്സ് 1,25,000. നെക്സ്റ്റ് ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് ചെയ്ത എത്ര നമുക്ക് കിട്ടിയേക്കുന്നത്? 5,000 അല്ലേ. അപ്പോൾ ഗെയിൻ ഓൺ ബാർഗെയിൻ പർച്ചേസ് 5,000. നെക്സ്റ്റ് നോൺ കറണ്ട് ലൈബിലിറ്റി ആണ്. നമ്മുടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എഴുതുന്നത് നമ്മൾ നോൺ കറണ്ട് ലൈബിലിറ്റീസ് പറഞ്ഞിട്ടാണ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം? 1,15,000, 1,15,000. അതും നമ്മൾ എഴുതുക. അതിനുശേഷം കറണ്ട് ലൈബിലിറ്റീസ് എഴുതുക. കറണ്ട് ലൈബിലിറ്റീസ് പി ലിമിറ്റഡിൻ്റെ 75,000ഉം എസ് ലിമിറ്റഡിൻ്റെ 80,000 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 1,55,000 കാണിക്കാം. ലൈബിലിറ്റീസ് എല്ലാം കഴിഞ്ഞു. ടോട്ടൽ ചെയ്യുക. അപ്പോൾ 8 lakh പ്ലസ് 1,25,000 പ്ലസ് 5,000 പ്ലസ് 1,15,000 പ്ലസ് 1,55,000 ടോട്ടൽ നമുക്ക് 12 lakh എന്ന് കിട്ടും. നെക്സ്റ്റ് അസെറ്റ്സിലേക്ക് പോവാം. അസെറ്റ്സിൽ നോൺ കറണ്ട് അസെറ്റ് ആണ്. നോൺ കറണ്ട് അസെറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഓൾറെഡി പി ലിമിറ്റഡിൻ്റെ കയ്യിലുള്ള നോൺ കറണ്ട് അസെറ്റ് 5 lakh ആണ്. എസ് ലിമിറ്റഡ് ഇപ്പോൾ 3,60,000 എന്നല്ലേ പറഞ്ഞേക്കണേ. 60,000 കൂടിയില്ലേ ഫർണിച്ചറിൻ്റെ വാല്യൂ. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് വേണം കാണിക്കാൻ, ഇപ്പോഴത്തെ വാല്യൂ വേണം കാണിക്കാൻ. അപ്പോൾ 5 lakh പ്ലസ് 3,60,000 ടോട്ടൽ 8,60,000 വേണം നോൺ കറണ്ട് അസെറ്റിൽ കാണിക്കാൻ. നെക്സ്റ്റ് കറണ്ട് അസെറ്റ് ആണ്, അതിൽ മാറ്റമില്ല, രണ്ടും കൂടി ആഡ് ചെയ്ത് കാണിക്കുക. കറണ്ട് അസെറ്റ് 1,60,000ഉം 1,80,000 കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ 3,40,000 കാണിക്കുക. ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഇവിടെയും നമുക്ക് അസെറ്റ്സിൻ്റെ ടോട്ടൽ 12 lakh എന്ന് കിട്ടും. നിങ്ങൾക്കത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ ഉണ്ടാകുന്ന ചേഞ്ച് ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുവരെ എടുത്ത ടോപ്പിക്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും ടോപ്പിക്സ് ക്ലിയർ ആവുന്നില്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.